മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ച ധവളപത്രം പുതിയൊരു വിവാദത്തിലേക്ക് വഴിവെച്ചിരിക്കുകയാണ്. ധനവകുപ്പിനെ അവഗണിച്ച് അല്ലെങ്കിൽ മറികടന്നുകൊണ്ട് പുറത്തുനിന്നുള്ളൊരു സമിതിയെ വെച്ച് ധവളപത്രം തയ്യാറാക്കി അത് സഭയിൽ വെച്ചു എന്നുള്ളതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നൊരു പ്രശ്നം. സഭയിൽ വെച്ചതല്ല പ്രശ്നം, ഇത് പുറത്തു നിന്നുള്ളൊരു സമിതിയെ വെച്ച് ഇത് രൂപീകരിച്ചല്ല തയ്യാറാക്കി എന്നുള്ളതാണ്. കാരണം വെച്ചാൽ ഈ സർക്കാരിൻ്റെ കണക്കുകൾ പുറത്തു പോകുന്നു, പുറത്തു നിന്നുള്ളൊരു സമിതി ഇത് മനസ്സിലാക്കുന്നു, അതിനുശേഷം അവരത് തയ്യാറാക്കുന്നു. അവിടെയും പ്രശ്നങ്ങൾ തീരുന്നില്ല. ഇതൊരു കീഴ്വഴക്കമായിട്ട് ഇനി മുന്നോട്ട് പോകില്ല എന്നാണ് പ്രതിപക്ഷത്തു നിന്നുള്ളൊരു ചോദ്യം ഉന്നയിക്കുന്നത്. കെ.എൻ. ബാലഗോപാലാണ് അത് പ്രധാനമായിട്ട് ചൂണ്ടിക്കാട്ടുന്നത്. ധനമന്ത്രിയാണ് അദ്ദേഹമാണ് ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ ഈ ആരോപണത്തെ മുഖ്യമന്ത്രി വളരെ സമൃദ്ധമായിട്ട് എതിർക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഇത് നിങ്ങളുടെ അനുവാദത്തോടെ ഈ സമിതിയുടെ പേരുവിവരങ്ങൾ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവതരിപ്പിച്ചത്, എന്നിട്ടും ഇപ്പോൾ എതിർക്കുന്നതിൽ ഔചിത്യമില്ലെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതൊരു സത്യപ്രതിജ്ഞ ലംഘനം കൂടിയല്ലേ എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷം ചോദിക്കുന്നത്. അല്ല, ഇതിൽ സത്യപ്രതിജ്ഞ ലംഘനമോ ക്രമപ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ധവളപത്രം ഇറക്കുന്നത് പറഞ്ഞാൽ തന്നെ സംസ്ഥാന ധനസ്ഥിതി, വരവ് ചെലവ് കണക്കുകളെല്ലാം റിപ്പോർട്ടുകളും ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനാണ് ഈ കണക്ക് വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ രഹസ്യാത്മകത നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ഈ രഹസ്യങ്ങൾ പുറത്താവുന്നു പറഞ്ഞാൽ എന്താണ് ലോജിക്ക് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ കണക്കുകൾ അറിയാൻ വേണ്ടിയിട്ട് നിയമസഭയിൽ ഇപ്പം വച്ചു കഴിഞ്ഞാൽ അത് ജനങ്ങൾക്ക് മൊത്തം മുമ്പിലേക്ക് എത്തുകയാണ്. അതിനുവേണ്ടിയാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. അങ്ങനെ തയ്യാറാക്കുന്ന റിപ്പോർട്ടിന് എന്ത് രഹസ്യം ചോർന്നു എന്നാണ് ഇവർ പറയുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ധവളപത്രം ഇറക്കുമ്പോൾ നമുക്കറിയാം, ധവളപത്രം വരുമ്പോൾ മുൻ സർക്കാരിൻ്റെ ധനമാനേജ്മെന്റിനെ കുറിച്ച് വരുമ്പം അതിൽ ആശങ്കയുണ്ടാവും നമ്മളെ എങ്ങനെ വിലയിരുത്തുന്നുള്ളത്. അതിന് സമയത്ത് ഒരു മുട്ടാപ്പൊക്കെ നയം കൊണ്ടുവരുന്നതായിട്ട് മാത്രമേ പറയാൻ വേണ്ടി പറ്റൂ. ഇതിൽ നിയമലംഘനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സത്യപ്രതിജ്ഞ ലംഘനം ഉണ്ടെന്നും സത്യപ്രതിജ്ഞ ലംഘനം ഇല്ലാതെ തന്നെ പറയാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ തയ്യാറാക്കിയ സമിതിയുടെ കൺവീനർ ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ.ആർ. ജ്യോതിലാലാണ്. അപ്പം ധനകാര്യ വകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെയാണ് തയ്യാറാക്കിയത്. അതിൽ വിദഗ്ധ ഉപദേശം തേടാൻ വേണ്ടിയാണ് ഈ പറഞ്ഞ വിദഗ്ധരെ, സാമ്പത്തിക വിദഗ്ധരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ തെറ്റുണ്ടെന്ന് പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. ഈ 2011 ധവളപത്രം തയ്യാറാക്കിയത് ഫിനാൻസ് വകുപ്പാണ്. പക്ഷേ ഈ AGക്ക് പോലും നൽകാതിരിക്കുന്ന റിപ്പോർട്ടുകൾ, കണക്കുകൾ പെട്ടെന്നൊരു ദിവസം ധവളപത്രം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പുറത്തുനിന്നുള്ളൊരു സമിതിക്ക് നൽകുമ്പോഴുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഇവിടെ കെ.എൻ. ബാലഗോപാൽ ഉന്നയിക്കുന്നത്. അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ രഹസ്യങ്ങൾ പുറത്തു പോകുന്നു അല്ലെങ്കിൽ ഇതൊരു കീഴ്വഴക്കമാകുന്നു എന്നതിലുപരി നമ്മളിവിടെ ചൂണ്ടിക്കാട്ടേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ സർക്കാരിന് കേരളത്തിൻ്റെ ഒരു വരവ് ചെലവ് കണക്കുകൾ ഉണ്ടല്ലോ, അത് പുറത്തുനിന്നുള്ളൊരു സമിതിക്ക് അത് ഓഡിറ്റ് ചെയ്യാൻ പറ്റുന്നു അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഒരു സമിതിക്ക് ഓഡിറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളൊരു പ്രശ്നം തന്നെയാണ്. കാരണം അവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണക്കുകൾ പുറത്തു പോകുന്ന സാധ്യത, നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ തമിഴ്നാട്ടിലടക്കം ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവരങ്ങനെ സമിതി വെച്ച് തയ്യാറാക്കി എന്ന് പറയുമ്പോൾ പോലും നമ്മൾക്ക് അങ്ങനെ കീഴ്വഴക്കമില്ല. കേരളത്തിന് ഒരു കീഴ്വഴക്കം എന്ന് കെ.എൻ. ബാലഗോപാൽ പറയുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണക്കുകൾ സർക്കാരിൻ്റെ ഒരു റിപ്പോർട്ടായിട്ട് അതൊരു കറക്റ്റായിട്ടുള്ളൊരു ഓഡിറ്റ് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് ഉത്തരവുണ്ട്. തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ചെയ്തിട്ടുണ്ട്. 2021 DMK സർക്കാർ സ്റ്റാലിൻ അധികാരത്തിൽ വന്നപ്പോൾ പളനിവേലായിരുന്നു ധനമന്ത്രി. അദ്ദേഹം ധവളപത്രം പുറത്തിറക്കാൻ വേണ്ടിയിട്ട് RBI മുൻ ഗവർണറായ രഘുറാം രാജനെ കൊണ്ടാണ് ഇത് ചെയ്യിപ്പിച്ചത്. അത് മറ്റു സംസ്ഥാനങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നാളെ ഇത് ആരെ കൊണ്ട് ചെയ്യിക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തില്ലേ എന്നൊരു ചോദ്യം. ആരെയും കൊണ്ട് ചെയ്യിക്കില്ലല്ലോ. സംസ്ഥാനത്തിന്റെ ഒരു മന്ത്രിസഭ തീരുമാനിച്ച്, ആദ്യ ക്യാബിനറ്റ് തീരുമാനിച്ച് ഗവൺമെന്റ് ഉത്തരവ് പ്രകാരമാണ് ഈ സമിതി വരുന്നത്. അപ്പൊ തന്നെ അത് ഔദ്യോഗികമായി ക്യാബിനറ്റ് ഉത്തരവോടെ വരുന്ന ഒരു സമിതിയാണ് തയ്യാറാക്കുന്നത്. ഒരു ക്യാബിനറ്റ് ചേർന്നിട്ട്, സർക്കാർ ചേർന്നിട്ട് INTC-കാരെയോ അല്ലെങ്കിൽ CIT-കാരെയോ കൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യും നമുക്ക് തോന്നില്ലല്ലോ. അത് ചെയ്യിക്കില്ലല്ലോ. സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പം മുഖ്യമന്ത്രി തന്നെ സഭയിൽ പറഞ്ഞ എന്താണ്, ഈ വിഷയത്തിൽ നമുക്ക് എല്ലാ കാര്യവും നമ്മൾ അറിയാമെന്ന് കരുതരുത്. അതിൽ വിദഗ്ധരുടെ ഉപദേശങ്ങൾ തെറ്റില്ല. ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നുണ്ട്, നമ്മൾ പറയുന്ന പോലെ ഈ റിപ്പോർട്ട് ജനങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സർക്കാരിൻ്റെ നിലവിലെ ധനസ്ഥിതി, വരവ് ചെലവ് കണക്കുകളും ഇനി മുന്നോട്ടുള്ള ഫണ്ടുകളുടെ വിവരങ്ങളും അറിയാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന ഒരു റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ അതിൻ്റെ അത്ര കൃത്യതയ്ക്ക് വേണ്ടിയിട്ട് ഈ ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കൺവീനറായ സമിതിയാണ്. അതിൽ തന്നെ ഉണ്ട് ഇത് ധനകാര്യ വകുപ്പിനെ വിശ്വാസത്തിലെടുക്കാതെ അല്ലാന്ന്. ഇപ്പം ബാലഗോപാലും പിണറായി വിജയനും സഭയിൽ ചോദിച്ചത് ധനകാര്യ വകുപ്പ് ഉദ്യോഗസ്ഥരെ ഇരട്ടത്ത് നിർത്തിയിട്ടല്ല നിങ്ങൾ ചെയ്തതാണ്. അങ്ങനെയല്ല, ധനകാര്യ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി തന്നെയാണ് ഇതിൻ്റെ കൺവീനറായി ചുമതലപ്പെടുത്തിയത്. ആ വകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെയാണ് തയ്യാറാക്കിയത്. അതിൽ വിദഗ്ധരുടെ ഉപദേശം നേടിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അത് വെറുതെ വരുന്ന വഴിയിൽ പോകുന്നവരെ കൊണ്ടൊന്നും ചെയ്യിച്ചതല്ല. ആദ്യം ക്യാബിനറ്റ് യോഗം ചേർന്നിട്ട് KM ചന്ദ്രശേഖരൻ, മുൻ ക്യാബിനറ്റ് സെക്രട്ടറിയായ ചന്ദ്രശേഖരന് നേതൃത്വമുള്ള സമിതിയാണ് ഏൽപ്പിച്ചത്. അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റിയിൽ യാതൊരു പ്രശ്നമില്ലെന്നും അല്ലെങ്കിൽ സമിതിയിലെ വ്യക്തികളുടെ ക്രെഡിബിലിറ്റിയിൽ പ്രശ്നമില്ലെന്നും ബാലഗോപാൽ പറയുന്നുണ്ട്, വ്യക്തമായി പറയുന്നുണ്ട്. ഈ വ്യക്തികൾക്ക് പ്രശ്നമില്ല. ഇത് പുറത്ത് കൊടുത്തെന്ന് പറയുമ്പോൾ പുറത്ത് കൊടുത്തത് വെറുതെ ഇല്ല, ഏതെങ്കിലും അല്ലെങ്കിൽ പുറത്തുനിന്ന് കൊടുത്ത് സമിതിയിൽ അംഗങ്ങളുടെ പേരല്ല നമ്മൾ പ്രശ്നം ഉന്നയിക്കുന്ന. അല്ല, ഇത് കീഴ്വഴക്കം അതങ്ങനെ ഈ സമിതിക്ക് പോയി എന്നുള്ളതാണ്. അല്ലെങ്കിൽ സമിതിയിൽ തയ്യാറാക്കിയ അംഗങ്ങളിൽ പ്രതിപക്ഷത്തിന് എതിർപ്പില്ല. പക്ഷെ ഇതില് പുറത്തോട്ട് പോയി സർക്കാരിന്റെ. അല്ല, അതാണ് പറഞ്ഞത്. ഈ പുറത്തോട്ട് പോയി എന്ന് പറയുന്നത് മുൻ ക്യാബിനറ്റ് സെക്രട്ടറി കൂടി ആയിട്ടുള്ള, കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി ആയിട്ടുള്ള വ്യക്തിയാണ് പോയത്. പുറമേ നിന്നുള്ള വ്യക്തി പറയുമ്പോൾ നമ്മൾ ഈ രഘുറാം രാജന്റെ കാര്യം പറഞ്ഞു, തമിഴ്നാട്ടിൽ നടന്നത്. അതുപോലെ തന്നെ വിവേക് ദിബ്രയുടെ 2015 കേന്ദ്ര സർക്കാർ അതിൻ്റെ റെയിൽവേ ബജറ്റ് ഇറക്കിയ സമയത്ത് ധവളപത്രം ഇറക്കുമ്പം അങ്ങനെ കൊടുത്തിട്ടുണ്ട് വിദഗ്ധരുടെ. അത് ഒരു റിപ്പോർട്ട് തയ്യാറാക്കുമ്പം
ആ മേഖലയിലെ ഏറ്റവും വലിയ വിദഗ്ധരുടെ അല്ലെങ്കിൽ അതിലെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ട് തേടുന്നതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതങ്ങനെ തന്നെയാണ് വേണ്ടത്. ഈ പറഞ്ഞ ധവളപത്രം പുറത്തു വരുന്നത് അതിൽ രഹസ്യാത്മകതയൊന്നുമില്ല. ആ ധവളപത്രത്തിൽ എന്താണെന്നുള്ളത്, സംസ്ഥാനത്തെ ധനസ്ഥിതി എന്താണ്, ഈ സർക്കാരിന് എങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും, ബാലഗോപാലിന്റെ കഴിഞ്ഞ ധനകാര്യ വകുപ്പിന്റെ കാലയളവിൽ എങ്ങനെയായിരുന്നു പ്രവർത്തിച്ചത്, ഇത് വ്യക്തമായി അറിയിക്കാൻ വേണ്ടി ചെയ്ത കാര്യമാണ്. അപ്പം ഒരു സമിതിക്ക് കൊടുക്കുന്നു, അത് ധനകാര്യ വകുപ്പിന്റെ അഡീഷണൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള സമിതിയാണ് ഇതിന്റെ കൺവീനറായിട്ട് വരുന്നത്. ആ സമിതിയുടെ ഒരു മേൽനോട്ടത്തിലേക്ക് ഇത് കൊടുക്കുന്നു, അവരുടെ ഉപദേശത്തോടെ ധവളപത്രം തയ്യാറാക്കുന്നു. ഇതിനിപ്പം ഔദ്യോഗിക ഇതായിട്ട് ഈ നിയമസഭയായിട്ട് ബന്ധവുമില്ല, ഔദ്യോഗിക രേഖയല്ല എന്നൊക്കെയാണ് പ്രതിപക്ഷം പറയുന്നത്. ഔദ്യോഗിക രേഖയാണ്. ക്യാബിനറ്റ് ഉത്തരവിട്ടപ്പോൾ തന്നെ ആ സമിതി വന്നപ്പോൾ തന്നെ അത് ഔദ്യോഗികമായി സർക്കാരിന് ഉത്തരവോടെ വരുന്ന സമിതി, ആ സമിതിയാണ് ഈ വിഷയം പഠിച്ച് മേശപ്പുറത്ത് വെക്കുന്നത്. അത് ക്യാബിനറ്റ് അംഗീകരിച്ചു കഴിഞ്ഞാൽ തന്നെ മേശപ്പുറത്തായി. ഇപ്പം സ്പീക്കറും റൂളിംഗ് അംഗീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ അവിടെ പ്രശ്നമില്ല. പുറത്തുനിന്നുള്ളവർക്ക് രഹസ്യാത്മക സ്വഭാവമുള്ള ഈ രേഖകൾ നൽകുമ്പോൾ എല്ലാം കൈമാറുമ്പോൾ അവിടെ സത്യപ്രതിജ്ഞാ ലംഘനം കൂടി നടന്നിട്ടുണ്ട് എന്നത് കെ.എൻ. ബാലഗോപാൽ പറയുന്നുണ്ട്. നമ്മുടെ ചട്ടപ്രകാരം അതൊരു ചൂണ്ടിക്കാട്ടേണ്ട വിഷയം തന്നെയാണ്. സത്യപ്രതിജ്ഞാ ലംഘനം എന്ന് പറയുന്നത് യാതൊരു വസ്തുതയുമില്ല. സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ പറയുന്നുണ്ട് മന്ത്രി എന്ന നിലയിലുള്ള ശരിയായ ചുമതല നിർവഹണത്തിന് ഒഴികെയുള്ള കാര്യങ്ങൾ കൊടുക്കാൻ മാത്രമേ ഈ പ്രശ്നം വരുന്നുള്ളൂ. ഇവിടെ അങ്ങനെയല്ല. അത് ഔദ്യോഗിക കാര്യത്തിലാണ് ചെയ്യുന്നത്. അത് മന്ത്രിസഭ ചേർന്ന് മന്ത്രിസഭയാണ് ഈ സമിതി ഉണ്ടാക്കുന്നത്. മന്ത്രിസഭ ഉത്തരവിടുന്നതോടുകൂടി അത് ഔദ്യോഗികമായി കഴിഞ്ഞു. അപ്പോൾ സത്യപ്രതിജ്ഞാ ലംഘനം എന്നുള്ള വാദത്തിന് ഇവിടെ നിലനിൽക്കുകയില്ല. ഇതിൽ വൈകാരിക തലം മാത്രമാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ല. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ചെയ്തത് ധനകാര്യ വകുപ്പല്ലേ. അതിന് മുന്നേ ഇത് 5ാമത്തെ ധവളപത്രമാണ് കേരള ചരിത്രത്തിൽ വരുന്നത്. ആദ്യം നായനാർ സർക്കാർ 1987 ഉണ്ടാക്കുന്നു, പിന്നെ 2004 ആന്റണി സർക്കാർ കൊണ്ടുവരുന്നു, ഈ 2011 ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവരുന്നു, 2016 തോമസ് ഐസക് കൊണ്ടുവരുന്നു, ഇപ്പോൾ 2026 പിന്നെ വി.ഡി. സതീശൻ കൊണ്ടുവരുന്നു. ഇങ്ങനെ 5ാമത്തെ ധവളപത്രം വരുന്നത്. ഈ 5 പറയുമ്പോൾ 4 ചരിത്രത്തിൽ 4 പ്രാവശ്യം ചെയ്തപ്പോഴും ധനകാര്യ വകുപ്പ് ചെയ്തു എന്നല്ല പറയുന്നത്. ഈ ഘട്ടത്തിൽ തന്നെയാണ് നമ്മൾ തമിഴ്നാട്ടിലും കേന്ദ്ര റെയിൽവേയിലും ഒക്കെ ഈ സാധനം വരുന്നു പറയുന്നത്. അപ്പോൾ അതിൽ അങ്ങനെ ആയിരുന്നെങ്കിൽ റെയിൽവേയുടെ 2015 റദ്ദാക്കപ്പെടണം, സത്യപ്രതിജ്ഞ ലംഘനമാണെങ്കിൽ. 2021 DMK സ്റ്റാലിൻ സർക്കാരിന് റദ്ദാക്കപ്പെടണം. ഇതൊന്നും റദ്ദ് ചെയ്യപ്പെട്ടിട്ടില്ല. ഇത് ഔദ്യോഗിക ചുമതലകൾക്ക് വേണ്ടി തന്നെ ചെയ്തതാണ്. അതിൽ സത്യപ്രതിജ്ഞ ലംഘനം എന്നുള്ള വാദം നിലനിൽക്കില്ല. നിയമപരമായ വലിയൊരു ചോദ്യം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉയർന്നു കഴിഞ്ഞു. കാരണം ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പുറത്തുനിന്നുള്ള സമിതിയെ കൊണ്ട് ധവളപത്രം തയ്യാറാക്കി. ഇതുമായി ബന്ധപ്പെട്ട് വിവാദം ഉണ്ടാവും, തുടർന്നുള്ള വിവാദം കത്തുകയും ചെയ്യും, നമുക്ക് ഏറെക്കുറെ ഉറപ്പാണ്. പക്ഷെ ഇവിടെ നമ്മുടെ ചോദ്യമുണ്ട്, ഇതിന്റെ പേരിൽ പ്രതിപക്ഷത്തിന് കോടതിയിൽ പോകാൻ പറ്റുമോ? കോടതിയിൽ പോയി കഴിഞ്ഞാൽ എത്രത്തോളം സാധ്യതയുണ്ടെന്നുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ സർക്കാർ പറയുന്നത് ധനവകുപ്പുമായിട്ട് സർക്കാരുമായി ബന്ധപ്പെട്ട രേഖകൾ അല്ല രഹസ്യ സ്വഭാവമുള്ള ഡേറ്റകൾ പുറത്തെ സമിതി തയ്യാറാക്കി എന്നുള്ള വലിയൊരു ആരോപണമാണ്. ഇതുവരെ ഇല്ലാത്തൊരു കീഴ്വഴക്കം. നമ്മളിപ്പോൾ തമിഴ്നാട്ടിൽ നടന്നു, അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നടന്നു എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഇതുവരെ നടത്തിയിട്ടില്ല. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് പോലും ധനവകുപ്പാണ് തയ്യാറാക്കിയത്. അതിനു മുമ്പുള്ള UDF സർക്കാരിൻ്റെ കാലത്തും ധനവകുപ്പാണ് തയ്യാറാക്കിയത്. പെട്ടെന്ന് വി.ഡി. സതീശൻ അധികാരത്തിലേക്ക് വരുമ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ നിന്നൊക്കെ വ്യതിചലിച്ച് അദ്ദേഹം പുറത്തുനിന്നുള്ളൊരു സമിതിയെ വെച്ച് വളരെ രഹസ്യ സ്വഭാവമുള്ളൊരു ഡേറ്റ അല്ലെങ്കിൽ ധവളപത്രം തയ്യാറാക്കി എന്നുള്ളതാണ് ഇവിടെ. അപ്പം അദ്ദേഹം ഈ പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ രഹസ്യ സ്വഭാവമുള്ള രേഖകൾ പുറത്തേക്ക് പോയി എന്നുള്ളതാണ്. ഇതിന്റെ പേരിൽ വേണമെങ്കിൽ പ്രതിപക്ഷത്തിന് കോടതിയെ സമീപിച്ചുകൂടെ എന്നൊരു ചോദ്യം കൂടെ ഇവിടെ ഉണ്ടല്ലോ. അല്ല, കോടതിയെ സമീപിക്കൽ തെറ്റില്ല. പക്ഷേ കോടതിയെ സമീപിച്ചത് കൊണ്ട് ഇതിൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല എന്നറിയാം. നമുക്ക് ഡൽഹി സയൻസ് ഫോറം പോലുള്ള കേസുകൾ സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. സർക്കാരിന് നയപരമായ കാര്യങ്ങളിലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലോ ഈ ഭരണപരമായ കാര്യങ്ങളിലോ കോടതി ഇടപെടാറില്ല. ഇത് സർക്കാർ ക്യാബിനറ്റ് ചേർന്ന് തീരുമാനിച്ചെടുത്തൊരു ഉത്തരവാണ്. ആ ഉത്തരവിന് പ്രകാരം വന്ന സമിതിയാണ്, ആ സമിതിയുടെ വിദഗ്ധ സമിതിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. അതുകൊണ്ട് തന്നെ കോടതിയിൽ നിലനിൽക്കില്ല ഈ കേസ്. കോടതിക്ക് പോയാലും നിലനിൽക്കില്ല. എനിക്ക് തോന്നുന്നില്ല. ഇപ്പം തന്നെ മുൻ ധനകാര്യമന്ത്രി സഭയെ പറയുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ സമിതിയിൽ അംഗങ്ങളെക്കുറിച്ച് യാതൊരു ക്രെഡിബിലിറ്റിയെ കുറിച്ച് സംശയമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നും തെറ്റില്ല അറിയാം. പിന്നെ പറഞ്ഞ കീഴ്വഴക്കം എന്നുള്ളൊരു വാദം മാത്രമാണ്. അതൊരു വൈകാരിക വാദം മാത്രമാണ്. ഇത് ചെയ്യാൻ പാടില്ല എന്ന് യാതൊരു നിയമവും പറയുന്നില്ല. സത്യപ്രതിജ്ഞാ ലംഘനമില്ല, നിയമലംഘനങ്ങളൊന്നുമില്ല. ഒരു റിപ്പോർട്ട് ഇപ്പം ജിവിൻ പറയുമ്പോൾ തന്നെ പറഞ്ഞു വി.ഡി. സതീശൻ വന്നപ്പോൾ ഒരു മാറ്റം വരുന്നത്. വി.ഡി. സതീശൻ വന്നപ്പം ഒരു വ്യക്തതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു വ്യക്തമായ റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി വിദഗ്ധർ സഹായം തേടി. അത് വിദഗ്ധർ തന്നെയാണ്, മുൻ ക്യാബിനറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള വിദഗ്ധരാണ്. അത് തെറ്റില്ല. നമ്മുടെ സർക്കാരുകൾ ചെയ്തില്ലെങ്കിൽ കൂടി അയൽ സംസ്ഥാനങ്ങൾ ചെയ്തിട്ടുണ്ട്, കേന്ദ്രം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്നതിന് തെറ്റുമില്ല. നിയമപരമായിട്ട് യാതൊരു തെറ്റുമില്ലാത്തൊരു കാര്യമാണ്. ഭരണഘടനാപരമായിട്ട് സത്യപ്രതിജ്ഞ ലംഘനം വന്നിട്ടില്ല. അപ്പോൾ ഇതിൽ യാതൊരു പ്രശ്നവുമില്ല. കോടതിയിൽ ചെയ്തതിന് കുഴപ്പമില്ല. കീഴ്വഴക്കം എന്നൊരു വൈകാരിക തലം അത് മാറേണ്ടതാണ്. കീഴ്വഴക്കങ്ങൾ എങ്ങനെയാണെന്ന് നമുക്കറിയാം. എല്ലാ കീഴ്വഴക്കങ്ങളും അങ്ങനെ പാലിക്കാൻ വേണ്ടി അല്ലെങ്കിൽ തുടരേണ്ട സാധ്യതയൊന്നുമില്ലല്ലോ. തെറ്റില്ലാത്ത കാര്യങ്ങൾ നല്ല റിസൾട്ടിന് വേണ്ടിയിട്ട് ചെയ്യുന്ന തെറ്റൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ രഹസ്യാത്മക വിവരങ്ങൾ കൈമാറി എന്നുള്ളൊരു വാദമാണ് വരുന്നത്. ഈ വിവരങ്ങൾ കൈമാറിയത് പൊതുജനങ്ങൾക്ക് ഈ വിവരം ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള റിപ്പോർട്ട് തയ്യാറാക്കാനാണ്. ധവളപത്രം ഒരിക്കലും ഒരു രഹസ്യ റിപ്പോർട്ടല്ല. സഭയുടെ മേശപ്പുറത്ത് വെച്ച് ലിജിൻ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഈ രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങൾ പൊതുമധ്യത്തിൽ എത്താനുള്ളത്. പക്ഷെ ഇതുവരെ അങ്ങനെ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അല്ല, ഇതിനൊന്നും ധവളപത്രം വന്നിട്ടുണ്ടല്ലോ. അല്ല, ഈ നൽകിയ ഡേറ്റ സർക്കാർ ഡേറ്റ കൈമാറുമ്പോഴാണല്ലോ ധവളപത്രം. കീഴ്വഴക്കം നമ്മൾ പറഞ്ഞത് അത് ചെയ്താൽ തെറ്റില്ലായിരുന്നു. പക്ഷെ ധനകാര്യ വകുപ്പ് തന്നെ സർക്കാരുകൾ വന്നപ്പോൾ ഈ ഉമ്മൻചാണ്ടി സർക്കാരായാലും ഒന്നാം കണക്കുകൾ പുറത്തു വരുന്നതിനോട് ഈ പറഞ്ഞ തന്നെ ധവളപത്രം പുറത്തു വന്നിട്ട് അതിനെ പേടിക്കുന്നില്ലെന്ന് കെ.എൻ. ബാലഗോപാലും പറയുന്നുണ്ട്. പക്ഷെ പറയുന്ന ഈ
നൽകിയ ഡേറ്റകൾ, ആ ഡേറ്റകൾ വെച്ചാണല്ലോ ഇത് തയ്യാറാക്കുന്നത്. അതെ, ആ നൽകിയ ഡേറ്റകൾ രഹസ്യ സ്വഭാവമുള്ളതല്ലേ എന്നാണ് ഒരു ചോദ്യം ഉള്ളത്. അല്ല, ആ ഡേറ്റ നൽകുന്നത് ഇതിനു മുന്നേ ആ ഡേറ്റ ഇതുപോലെ വിദഗ്ധ സമിതിക്ക് നൽകാൻ തെറ്റില്ല. സർക്കാർ നിയമിക്കുന്ന സമിതിയാണ്. സർക്കാർ നിയമിച്ചതോടുകൂടി ക്യാബിനറ്റ് മന്ത്രിസഭ ഒരു സമിതി രൂപീകരിക്കുന്നതോടെ ആ സമിതി ഔദ്യോഗികമായി കഴിഞ്ഞു. അതിപ്പം വെറും ഈ പറഞ്ഞ പോലെ സർക്കാരിന് പുറത്തുള്ള ആൾക്കാരെ വെച്ചു, ശരിയാണ്, അവർ സർക്കാരിന് പുറത്തുള്ള ഈ സർക്കാരിലെ ഉദ്യോഗസ്ഥ തലത്തിന് പുറത്തുള്ളവരാണ്. പക്ഷേ അവരെ ഒരു ഔദ്യോഗികമായി തീരുമാനിക്കൂടി അവർ ഔദ്യോഗികമായി കഴിഞ്ഞു, ഒരു ഔദ്യോഗിക പാനലായി കഴിഞ്ഞു. ആ പാനലിന് ഡാറ്റ കൊടുക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ കീഴ്വഴക്കം തന്നെയാണിത്. ഇതിന് മുന്നേ ചെയ്തവരെല്ലാം ധനകാര്യ വകുപ്പിനെ കൊണ്ട് നയിച്ചു. ഇപ്രാവശ്യം ധനകാര്യ വകുപ്പ് സെക്രട്ടറി ചെയർമാൻ കൺവീനറായിട്ടുള്ള ഒരു സമിതി, ആ കൺവീനർ ഇപ്പോഴും ധനകാര്യ വകുപ്പിനുള്ളിൽ തന്നെ ഉള്ള ഉദ്യോഗസ്ഥനാണ്. ആ വകുപ്പിനെ മാറ്റി നിർത്തിയിട്ടില്ല, വകുപ്പിനെ ഇരുട്ടിലാക്കിയിട്ടില്ല. ആ വകുപ്പിന്റെ അവരെ സഹായിക്കാൻ വേണ്ടി മാത്രം വിദഗ്ധരുടെ, ഈ പറഞ്ഞ പോലെ തന്നെ KM ചന്ദ്രശേഖരനെ പോലുള്ള ഒരു വിദഗ്ധന്റെ സമിതിയെ നിയമിച്ചു. ആ സമിതി റിപ്പോർട്ട് തയ്യാറാക്കി. അപ്പോൾ അതിൽ രഹസ്യാത്മക വിവരങ്ങൾ എന്ന് പറയാനൊന്നുമില്ല. വിവരങ്ങൾ കൊടുക്കുമ്പോൾ തന്നെ അത് ഒരു ഔദ്യോഗിക പാനലാണ്. ആ പാനൽ ആ വിവരങ്ങൾ കൃത്യമായ രീതിയിൽ പഠിക്കുന്നു, അത് ധവളപത്രം റിപ്പോർട്ട് തയ്യാറാക്കുന്നു, സമിതിക്ക് മുമ്പിൽ വെക്കുന്നു. ഇപ്പം മേശപ്പുറത്ത് വെച്ച് കഴിഞ്ഞു, അത് പബ്ലിക് രേഖയായി കഴിഞ്ഞു. അപ്പം ഇനി കോടതിയുടെ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പറഞ്ഞ പോലെ തന്നെ നിയമപരമായ പ്രശ്നങ്ങളൊന്നുമില്ല. സത്യം പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. അതിൽ ഒരു പ്രതിപക്ഷം ഒരു എതിർവാദം ഉന്നയിച്ചു കൊണ്ടുവന്നപ്പോൾ ഒരു കീഴ്വഴക്ക ലംഘനം ചൂണ്ടിക്കാണിച്ചു. ക്രമപ്രശ്നമില്ലാന്ന് സ്പീക്കർ റൂളും ചെയ്തു കഴിഞ്ഞു. അപ്പോൾ പിന്നെ അതിൽ ഈ പറഞ്ഞ വിവാദത്തിന് മുന്നോട്ട് വലിയ ആയുസുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഈ ധവളപത്രത്തിന്റെ പേരിൽ ഇനി വരും ദിവസങ്ങളിൽ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം രഹസ്യാത്മക സ്വഭാവമുള്ള ഡേറ്റകൾ എന്നുള്ള വാദത്തിൽ കുറച്ചാണ് പ്രതിപക്ഷമുള്ളത്. പക്ഷെ അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് സർക്കാരുള്ളതും. അപ്പം വരും ദിവസങ്ങളിൽ ഇതിൻ്റെ പേരിൽ ചർച്ചകളുണ്ടാവും, വിവാദങ്ങളുണ്ടാവും. അത് എത്രത്തോളം എത്തുമെന്നും അതിൻ്റെ ഏത് ഭാഗത്താണ് ശരിയെന്നും നമുക്ക് നോക്കിയിരുന്ന് വിലയിരുത്താം.